അപ്പൊ ഈസാ നബി എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കാത്ത ആളാണ്. അങ്ങനെ ഈസാ നബി നടത്തുകയാണെങ്കിൽ തന്നെ ആ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിക്കും വിരുദ്ധമായിട്ടാണ് അയാൾ അത് ചെയ്യുന്നത്. ആരൊക്കെ മുശ്രിക്കീങ്ങളായി? മുഹമ്മദ് റസൂലുള്ളാഹി ശിർക്ക് പ്രോത്സാഹിപ്പിച്ചു അല്ലേ? കാരണം വഫാത്തായി കിടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന ലക്ഷ്യത്തോടുകൂടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ്, അത് അല്ലാഹു അല്ലാത്തവരോട് നടത്തിയതിന്റെ പേരിൽ ശിർക്കാണെന്നാണ് ഇതുവരെ മക്കളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ നിർവചനം ഈ ഹദീസ് കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്ന് പറഞ്ഞപ്പോൾ സാധുക്കൾ അവിടെ മാനം കെട്ട് അവസാനം പറഞ്ഞത് ഒരു പുതിയ വിഷയമായിരുന്നു. എന്താ പുതിയ വിഷയം എന്നറിയോ? പിടുത്തം വിട്ട് എന്ന് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് വേറൊരു വിഷയം പറഞ്ഞു. ഞങ്ങളെ 2 ചോദ്യത്തിനും മറുപടി അറിഞ്ഞു എന്ന് പറഞ്ഞു. എന്ത് 2 ചോദ്യത്തിനും മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. ആര്? ഹനീഫ മൗലവി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ആ 2 ചോദ്യം ഞങ്ങൾ പരിഗണിക്കൂല. നല്ല മട്ടായി. അതൊക്കെ കേൾക്കണം. ഇവിടത്തെ മുജാഹിദുകൾ അത് കേട്ടിട്ടില്ല. കാരണം കേസറ്റ് ഇറങ്ങിയിട്ടില്ലല്ലോ, ഇറക്കൂലല്ലോ. ഇനി ഇറക്കുകയാണെങ്കിൽ തന്നെ ഒരു ഭാഗം മാത്രം കാണിച്ച് തുടക്കത്തിൽ ദീർഘമായ പ്രഭാഷണം, അതുപോലെ മറ്റു പല പുസ്തകങ്ങൾ കാണിക്കുക, ക്ലിപ്പ് കാണിക്കുക, അങ്ങനല്ലേ നിങ്ങൾ കേസറ്റ് ഇറക്കുള്ളൂ. കോട്ടക്കൽ സംവാദത്തിന്റെ കേസറ്റ് ഒരു ഭാഗം പോലും കട്ടുമാറ്റാതെ ഇന്നുവരെ ഏതെങ്കിലും വഹാബി പാളയത്തിൽ ചുണക്കുട്ടികൾ ഉണ്ടെങ്കിൽ ഇറക്കിയിട്ടുണ്ടോ? ഇറക്കിയോ? എന്തേ ഇറക്കാതിരുന്നത്? ഇറക്കിയാൽ തനി നിറം സമൂഹം പഠിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ആലുവ സംഭവത്തിന്റെ കേസറ്റ് എവിടെ മുജാഹിദേ, എവിടെ? ഇപ്പൊ ഇങ്ങനെ ചിലര് വിളിച്ചിട്ട് പറയാണ് കോടി ഉണ്ട് അവിടെ, അങ്ങോട്ട് പോരാൻ നന്നായി കോടി തരാന്നാ പറഞ്ഞത്. കാരണം അങ്ങോട്ട് വരണ്ടേ? കാരണം ഒരു കോടി ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ വായിച്ച ഹദീസിന് ഫീഹി ഇല്ലത്താനി എന്ന് പറഞ്ഞ് 2 ന്യൂനതയുണ്ടെന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നേതാവാണ്. നമ്മളെ നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. ഇനി അവരെ നേതാവ് തന്നെ പറഞ്ഞു എന്നാണല്ലോ അവർ ആരോപിക്കുന്നത്. എന്നാലും വേണ്ടില്ല, അതെങ്കിലും ഒന്ന് ആൺകുട്ടികളാണെങ്കിൽ കാണിച്ചു തരൂ. 1 കോടി ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ചിലരൊക്കെ അങ്ങനെ വിളിക്കുക, 1 കോടി ഉണ്ട് അവിടെ, 1 കോടി ഉണ്ട്. എന്നിട്ട് പോരുമോനെ കാണിച്ചു തന്നോ, 1 കോടി ഇട്ടാണ്ട് പോകാതെ പറഞ്ഞു. വരണ്ടേ? കാണിച്ചു തരാൻ സാധനം വേണ്ടേ? ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എന്താണ് ഏതാണ് കാണിച്ചു കൊടുക്കുക? എന്നിട്ട് എങ്ങനെ കോടി വാങ്ങുക? വന്നാൽ ഉള്ളത് മുഴുവനും കോടി പോകും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് വരുന്നില്ല. നിങ്ങൾ കേട്ടോളൂ. ആദ്യം നമ്മൾ ഹനീഫ മൗലവി വളരെ ഉഷാറായിട്ട് പറയട്ടെ. നിങ്ങൾ 1ാമത്തെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു, 2ാമത്തെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു. ഇനി പുറത്തു പോയിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ല എന്നൊന്നും പറയരുതേ. ആയാലും 1ാമത്തെ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി ഇവിടെ നൽകപ്പെട്ടു കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങി ചോദ്യത്തിന് മറുപടി പറയാൻ മുജാഹിദുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയരുത്. അതാണല്ലോ സാധാരണയായി പ്രചരിപ്പിക്കാറുള്ളത്. 2ാമത്തെ ചോദ്യത്തിനും മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട്? 1ാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞിരിക്കുന്നു, 2ാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി പുറത്തു പോയിട്ട് മുജാഹിദുകൾ മറുപടി തന്നില്ല എന്നൊന്നും പറയല്ലേ. അതിന് പുറത്തു പോകേണ്ട ആവശ്യം വന്നില്ല. മൂപ്പരന്റെ ഉള്ളെന്ന് പറഞ്ഞ് ഞാൻ അതിന് പറയണില്ല, ഞാൻ തള്ളിക്കളയാണ്. നിങ്ങൾ ആലോചിക്കണം, പടച്ചോന്റെ ഓരോരോ കുതിരത്ത് നോക്കി നിങ്ങൾ പുറത്തു പോയിട്ട് നിങ്ങൾ ആരും അങ്ങനെ ആരോപിക്കരുത് എന്ന് നമ്മളെ നന്നായി ആത്മസംസ്കരണം നടത്തിയ മഹാനെ ഉള്ളുന്ന് മൂപ്പരന്നെ പറയാണ്, ഞാനത് തള്ളിക്കളയാണ്, ഞാനത് മറുപടി പറയുന്നില്ല, അത് മറുപടി പറയേണ്ടതില്ല. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവലാദികളും പറഞ്ഞ് അത് പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യമായി ഇതിനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുകയും പണ്ഡിതന്മാർ അത്തരത്തിൽ പ്രാമാണികമായി വിശദീകരിക്കുകയും ചെയ്തെങ്കിലേ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നിങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിന് ഉപോത്ബലകമായ തെളിവ് സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. മറുപടി പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവലാദികളും പറഞ്ഞ് അത് പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യമായി ഇതിനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുകയും പണ്ഡിതന്മാർ അത്തരത്തിൽ പ്രാമാണികമായി വിശദീകരിക്കുകയും ചെയ്തെങ്കിലേ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നിങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിന് ഉപോത്ബലകമായ തെളിവ് സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. മറുപടി പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട്? പിന്നെ എന്ത് കണ്ടിട്ടാ 1നും മറുപടി അറിഞ്ഞ് 2നും മറുപടി അറിഞ്ഞ് പുറത്തു പോയി മറുപടി കിട്ടിയില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞത് എന്തിനാ?
ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി പറയുന്നുള്ളൂ, ഞങ്ങൾ അല്ലെങ്കിൽ മറുപടി പറയുന്നില്ല, ഞങ്ങൾ ആ ചോദ്യം തള്ളിക്കളയുകയാണ്. ഇത് പറഞ്ഞ മൗലവി നേരെ തുടക്കത്തിൽ പറയാണ്, തുടക്കത്തിൽ നിങ്ങൾ ആ കാണണം, ആ സി ഡി മുജാഹിദെ ശരിക്ക് കാണണം, നിങ്ങൾ ഇരുന്ന് കാണണം, ഒരറഫ് പോലും കട്ടിട്ടില്ലേ. തിരിഞ്ഞോ? റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ നൗഷാദ് ഹസൻ റളിയല്ലാഹു അൻഹ എന്ന് പേച്ചു പറഞ്ഞു പോയി. ഉടനെ തന്നെ അത് മാറ്റി. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ റളിയല്ലാഹു അൻഹ എന്ന വാക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോ നൗഷാദ് ഹസൻ പറഞ്ഞു അത് മാറ്റണ്ട, അതും അവിടെ കിടക്കട്ടെ. പിന്നെ അത് പിടിച്ചിട്ടായിരിക്കും ഇവിടെ ലോകത്താകെ സ്ക്രീനിൽ കാണിക്കല് മുജാഹിദ് സുന്നികൾ കട്ടിരിക്കുന്നു. കാരണം കോട്ടക്കൽ സംവാദത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കോട്ടക്കൽ സംവാദത്തിൽ അക്ഷരപ്പിഴവ്, ഒരു ചെറിയ ഒരു വാക്ക് അത് ആവർത്തിച്ചു വന്നപ്പോ ചെറിയ ഒരു വാചകപ്പിഴവ് ഉണ്ടായപ്പോ അതാണ് മാറ്റി. അതിന്റെ തൊട്ടപ്പുറം തന്നെ അതിന്റെ വാക്ക് ശരിക്കും പറയുന്നുണ്ട്. അപ്പൊ ഒരു വിക്ക് സംഭവിച്ചപ്പോ ചെറിയ ഒരു കംപ്ലൈന്റ് സംഭവിച്ചപ്പോ ആ ഭാഗം മാത്രം മാറ്റി. ഉടനെ തന്നെ പിന്നെ അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുക. എന്ത് വിവരക്കേടാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടിയ ഇപ്പൊ ഇതുമല ഒന്നും കാണിക്കാനില്ലേ, ഇതുമലിപ്പോ ഒന്നും കാണിക്കാനില്ല. അതുകൊണ്ട് ഇറക്കാനും വയ്യ, എന്താ ചെയ്യാന്നുള്ള വിചാരത്തിലാ. കഴിച്ചിട്ടേ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടാണെങ്കിൽ ഇറക്കാനും വയ്യ എന്ന ഒരവസ്ഥയിലാണ് ഇന്ന് മുജാഹിദുകള് പെട്ടിരിക്കുന്നത്. തലമൊത്തപ്പന്മാരായ മൗലവിമാര് വരെ